السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ ഫദ്ൽ കൊണ്ട് നമ്മൾ സൂറത്ത് കഹ്ഫ് അവസാനിപ്പിക്കുകയും രണ്ടാമത്തെ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ സൂറത്ത് ലുഖ്മാൻ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇത് സൂറത്ത് കഹ്ഫ് പോലെ കുറെ നീണ്ടു പോകില്ല എന്നാണ് ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നത്. ചെറിയ സൂറത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് അള്ളാഹു തൗഫീഖ് ചെയ്താല് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. സൂറത്ത് ലുഖ്മാൻ അത് മക്കിയായ സൂറത്താണ്. സൂറത്ത് സ്വാഫാത്തിന് ശേഷമാണ് ഈ സൂറത്ത് അവതരിച്ചത്. വിശുദ്ധ ഖുർആനില് സൂറത്ത് റൂമിന് ശേഷം അള്ളാഹു ഇത് രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതില് 34 ആയത്താണ് ഉള്ളത്. ഇതിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ആശയത്തെ, ഇതിലടങ്ങിയിരിക്കുന്ന വിഷയങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആയത്തുകളുമായി ബന്ധപ്പെട്ട ചർച്ചകള്, ഓരോ ആയത്തിലും അള്ളാഹു ചേർത്ത് വെക്കുന്ന ചില വാക്കുകളിൽ ചേർത്ത് വെക്കുന്ന വിഷയങ്ങളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ സൂറത്തിനെ മൊത്തത്തിൽ ഒന്ന് ചെറിയ വാക്കിലൂടെ അവതരിപ്പിച്ചു പോകാം. നാം പറഞ്ഞതുപോലെ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഈ സൂറത്തിനുള്ളിലുള്ള ആശയങ്ങളും ചിന്തകളും വിഷയങ്ങളും എന്തൊക്കെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അംർ ഖാലിദ് ഇതിനെ മദ്രസത്തുൽ ലുഖ്മാൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ലുഖ്മാന്റെ പാഠശാല എന്ന് വിശേഷിപ്പിക്കുകയും അദ്ദേഹം ഒരു പിതാവ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ഉപദേശിക്കേണ്ടത്, അതിനുപയോഗിക്കേണ്ട ശൈലി എന്താണ്, ഉപമകൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ്, എന്തെല്ലാം തരത്തിലുള്ള ചിന്തകൾ, വിഷയങ്ങൾ കൊണ്ടാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഉപദേശിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടത്. പുതിയ ലോകത്ത് ഇദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള പ്രസക്തിയാണ് നിലനിൽക്കുന്നത്, മാതാപിതാക്കള് ഒരു ലുഖ്മാനെ അനുധാവനം ചെയ്യേണ്ടതിന്റെ അനിവാര്യത എന്താണ്, ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മദ്രസത്തുൽ ലുഖ്മാൻ എന്ന ആ ഒരു പ്രയോഗം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു പ്രയോഗവും അദ്ദേഹത്തിന്റെ ഖവാത്തുറിൽ കൊണ്ടുവരുന്ന ചിന്തകള് ശ്രദ്ധേയവുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇമാം ഷഅറാവി ഇതിനെ മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ട് വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരെയും ചേർത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സൂറത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആശയങ്ങളെ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു പോകാവുന്നതാണ്. അതിന് മുന്നോടിയായി നാം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു രത്ന ചുരുക്കം ആമുഖമായി നമുക്കിന്ന് പറയാം. ഇതിൽ ഏതെല്ലാം വിഷയങ്ങളെ കൊണ്ടാണ് ഒരു കുഞ്ഞിനെ ഒരു പിതാവ് സമീപിക്കേണ്ടത്, കുഞ്ഞിനെ തർബിയത്തിന് അനിവാര്യമായ കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഈ സൂറത്ത് വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന് തൗഹീദുല്ലാഹ്, അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ചുള്ള ചിന്തയാണ്.
അതുപോലെ തന്നെ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളെ പരിപാലിക്കേണ്ടതിൻ്റെ, അവരെ ആദരിക്കേണ്ടതിൻ്റെ, അവരെ വാർദ്ധക്യവേളയിൽ മക്കള് ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ എല്ലാം അനിവാര്യതയാണ് ഇതിലെ മറ്റൊരു വിഷയം. പിന്നെ അഹ്മിയത്തുൽ ഇബാദത്തി വൽ ഈജാബിയത്തി, അള്ളാഹുവുമായിട്ട് ഹൃദയബന്ധം പുലർത്തേണ്ടതിൻ്റെ, അതുപോലെ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ പോസിറ്റീവ് ആകേണ്ടതിൻ്റെ അനിവാര്യതയെ ഈ അധ്യായം നന്നായി പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ ഫഹ്മു ഹഖീഖത്തി ദുനിയ, ഭൗതിക ലോകത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ അദ്ദൗഖു വൽ അദബു, അദബും അഭിരുചിയും. അദബ് എന്ന് പറഞ്ഞാൽ അച്ചടക്കം, അതുപോലെ തന്നെ അഭിരുചികൾ, അതിനെക്കുറിച്ചുള്ള നല്ല ചിന്തകളും പാഠങ്ങളും ഇതിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. പിന്നെ അത്തഖ്തീതുൽ ഹയാത്തി, ജീവിതത്തിനൊരു രൂപരേഖ. അപ്പോൾ ഒരു കുഞ്ഞിന്റെ മുമ്പിൽ അടിസ്ഥാനപരമായിട്ട് വെച്ചു കൊടുക്കേണ്ട ചിന്തകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇത് ഈ അധ്യായം വായിച്ചു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പടച്ച തമ്പുരാന്, പ്രപഞ്ചനാഥൻ, നാം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശുദ്ധ ഖുർആനില്, ഈ സൂറത്തിൽ ചേർത്ത് വെച്ച് ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ആ കുഞ്ഞിന്റെ ചിന്തക്കും അതുപോലെ തന്നെ മനസ്സിനും ആവശ്യമായ ഏതെല്ലാം തരത്തിലുള്ള ഉപദേശങ്ങളും ചിന്തകളും ആവശ്യമാണോ അതൊക്കെയും ഇതിൽ ചേർത്ത് വെച്ച് പറഞ്ഞു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ലുഖ്മാൻ എന്ന ശ്രേഷ്ഠ വ്യക്തി, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അടുത്ത ദിവസം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു കുഞ്ഞിനെ ഉപദേശിക്കുമ്പോൾ അതിൽ അദ്ദേഹം കൊണ്ടുവരുന്ന പടിപടിയായുള്ള ചിന്തകളിൽ, ഉപദേശങ്ങളിൽ ഒന്നാമതായി ഒരു കുഞ്ഞിനെ ഉപദേശിക്കുന്നത് ഇവിടെ അദമുൽ ഇഷ്റാഖി ബില്ല, അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഒരു കുഞ്ഞിനെ ഒന്നാമതായി പഠിപ്പിക്കേണ്ടതും ആ കുഞ്ഞിന്റെ ജീവിത വഴിയിൽ ജീവിതത്തെ ഏറ്റവും നന്നായി നോക്കിക്കാണാനും ജീവിതം സുഹൃതപൂർണമാക്കുവാനും അള്ളാഹുവുമായി ബന്ധപ്പെട്ട, സ്രഷ്ടാവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ അഗാധമായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഉപദേശത്തെ എടുത്തുതിരിച്ച് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് അദ്ദേഹം വിളിക്കുന്ന ഒന്നാമത്തെ ആയത്തില് അദ്ദേഹം ഉപയോഗിച്ച ശൈലി തന്നെ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എൻ്റെ മകനെ, എൻ്റെ പൊന്നു മകനെ, നീ അള്ളാഹുവിനോട് ഒന്നിനെയും പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അലീം, അത് വലിയ പാതകമാണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇവിടെ അദ്ദേഹം ഉപയോഗിക്കുന്ന ശൈലിയുണ്ട്, യാ ബുനയ്യ, പൊന്നു മോനെ എന്ന്. ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഒരു പിതാവിലേക്ക് ഹൃദയം കൊണ്ട് അടുക്കുന്നതെന്നും കുഞ്ഞുങ്ങളെ ഏത് തരത്തിലാണ് നമ്മൾ വിളിക്കുമ്പോൾ സംബോധനം ചെയ്യേണ്ടതെന്നും എന്ത് ഉപദേശം കൊണ്ടാണ് ഒരു കുഞ്ഞിനോട് തുടങ്ങി പറയേണ്ടതെന്നുമെല്ലാമുള്ള ഒരു ആശയം, ചിന്ത ഈ ഒരു കൊച്ചു ആയത്തിൻ്റെ ഉള്ളിൽ ഉണ്ട്. അതിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ യാ ബുനയ്യ, അള്ളാഹുവിന്റെ മഹത്വത്തെ, സ്രഷ്ടാവിന്റെ അളമത്തിനെ, ഗാംഭീര്യത്തെ
തുടർന്ന് ഒരു കുഞ്ഞിനെ കേൾപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ ശൈലി നമുക്ക് ഈ സൂറത്തിൽ വായിച്ചു പോകുമ്പോൾ കാണാൻ കഴിയുന്നത്, അദ്ദേഹം ഒരു കുഞ്ഞിനോട് പറയുകയാണ്, യാ ബുനയ്യ ഇന്നഹ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അള്ളാഹുവിനെ മനുഷ്യന് അവന്റെ സൃഷ്ടി ലോകത്തേക്ക് അല്ലെങ്കിൽ അവന്റെ പ്രതലങ്ങളിലേക്ക്, സ്പേസിലേക്കെല്ലാം ഇറക്കിക്കൊണ്ടുവന്ന് സ്രഷ്ടാവിനെ ചർച്ച ചെയ്യുന്ന പുതിയ ലോകത്ത് ഒരു കുഞ്ഞിന് അള്ളാഹുവിന്റെ അളമത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഒരു പിതാവ് സ്വീകരിക്കുന്ന മനോഹരമായൊരു ശൈലിയാണ് ഇതിൽ നിലകൊള്ളുന്നത്. അത് അള്ളാഹു എടുത്തുദ്ധരിക്കുകയാണ്. അന്ത്യനാൾ വരെയുള്ള മനുഷ്യർക്ക്, കുട്ടികൾക്ക് അദ്ദേഹത്തിന്റെ ആ ഉപദേശത്തെ എടുത്തുദ്ധരിച്ച് എങ്ങനെയാണ് നിങ്ങൾ സ്രഷ്ടാവിനെ തിരിച്ചറിയേണ്ടത് എന്നുള്ള ഒരു പാഠം ഇവിടെ നൽകുന്നുണ്ട്. അതിനുശേഷം മാതാപിതാക്കളോടുള്ള കടമയെ കുറിച്ചുള്ള ഒരു വിഷയമാണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലി വലിവാലിദൈക ഇലയ്യൽ മസീർ. ഇവിടെ ആ ഉപദേശത്തോടൊപ്പം അള്ളാഹു നേരിട്ട് പറയുന്നതായിട്ടോ അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒന്നിനെ ഉദ്ധരിക്കുന്നതായിട്ടോ നമുക്ക് കാണാൻ കഴിയും. അതിൽ ശ്രദ്ധേയമായ ഒന്ന്, മാതാപിതാക്കൾ എങ്ങനെയാണ് മക്കള് ആദരിക്കുകയും സ്നേഹിക്കുകയും പരിപാലിക്കുകയും അവരുടെ വ്യക്തിത്വത്തെയും അവരുടെ ജീവിത പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എല്ലാം തിരിച്ചറിഞ്ഞ് എങ്ങനെയാണ് അവരെ നന്നായി പരിപാലിക്കേണ്ടത്, കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത് എന്നൊരു വിഷയം ഇതിൽ ചേർത്ത് വെക്കുന്നുണ്ട്. ഇതിൽ ഇമാം ഷാറാവി മറ്റൊരു ചിന്ത കൊണ്ടുവരുന്നുണ്ട്, എങ്ങനെയാണ് അള്ളാഹു ഒരു ഉമ്മയുടെ പക്ഷം ചേർന്നുകൊണ്ട് സംസാരിക്കുന്നതെന്നും എത്ര മനോഹരമായിട്ടാണ് ഒരു സ്ത്രീയുടെ പക്ഷം ചേർന്ന് അള്ളാഹു മനുഷ്യ കുടുംബത്തോട് ഒരു സ്ത്രീയുടെ വേദനയെ, വ്യഥയെ, നൊമ്പരത്തെ എല്ലാം അവതരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അത് നമുക്ക് ഈ സൂറത്ത് പറഞ്ഞു പോകുന്ന വേളയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് അതെല്ലാം പറഞ്ഞു പോകാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോ അതിനുശേഷം മാതാപിതാക്കളോടാണെങ്കിലും അവര് തൗഹീദിന് വിരുദ്ധമായ ഉപദേശങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അവിടെ കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുട്ടി എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് തുടർന്ന് ഈ ആയത്തിനോടൊപ്പം അള്ളാഹു ചേർത്ത് പറഞ്ഞു പോകുന്നുണ്ട്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. എന്തിലാണ് മാതാപിതാക്കളെ കീഴ്പ്പെടാതിരിക്കേണ്ടതെന്നും അതല്ലാത്ത വിഷയങ്ങളിലെല്ലാം തന്നെ അവരോട് വസ്വാഹിബുഹുമാ ഫിദ്ദുന്യ മഅറൂഫ, എല്ലാ വിഷയത്തിലും ഏറ്റവും മാന്യമായി അവരോട് സഹവസിക്കണമെന്നും അള്ളാഹു പിന്നീട് പറയാണ്. അപ്പോ ജീവിതത്തിൽ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും അവരെ ഏത് വിഷയത്തിൽ അനുസരിക്കരുത്, ഏത് വിഷയങ്ങളിലെല്ലാം അനുസരിക്കണം, അവരെ കീഴ്പ്പെടണം എന്നുള്ള കാര്യങ്ങളും അള്ളാഹു ഈ പറഞ്ഞ ആയത്തുകളിൽ ഒരു കുഞ്ഞിനെ ഉപദേശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ അഹ്മിയത്തുൽ ഇബാദത്തിന്റെ മഹത്വത്തെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ചലനാത്മകമാകാൻ, കുട്ടികളെ എപ്പോഴും ഒരു പോസിറ്റീവ് ആകാനുള്ള ഉപദേശം അള്ളാഹു അതിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. യാ ബുനയ്യ അഖ്മിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകരി. ഇവിടെ രണ്ട് വിഷയമാണ് ഇതിൽ വിശാലമായിട്ട് അള്ളാഹു ചർച്ച ചെയ്യുന്നത്. അതിലൊന്ന് യാ ബുനയ്യ അഖ്മിസ് സ്വലാത്ത, അള്ളാഹുവിനോട് നന്ദി കാണിക്കണം.
അപ്പോൾ ഇബാദത്തിന്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണം കുഞ്ഞുങ്ങൾക്ക്. എങ്ങനെയാണ് പടച്ചോനെ കീഴ്പ്പെടേണ്ടത്, എങ്ങനെയാണ് ശുക്ർ ചെയ്യേണ്ടത്, ശുക്ർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണ്, എന്തിനാണ് അങ്ങനെയെല്ലാം പടച്ചോനെ കീഴ്പ്പെട്ട് ജീവിക്കേണ്ടത്, ഇതെല്ലാം ഒരു കുഞ്ഞിനെ നന്നായി ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ചലനാത്മകത കൈവരിക്കണം. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അതിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവനെ വളരെ ചടുലതയുള്ളവനാക്കാൻ, അതുപോലെ തന്നെ ക്രിയാത്മകത കൈവരിച്ച് ജീവിതത്തെ സമ്പുഷ്ടമാക്കാൻ അള്ളാഹു കൊടുക്കുന്ന ഉപദേശം, അതല്ലെങ്കിൽ ലുക്മാനെ ഉദ്ധരിച്ചുകൊണ്ട്, ആ ശ്രേഷ്ഠ മഹാവ്യക്തിയെ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു ഒരു കുഞ്ഞിന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുന്ന വിഷയങ്ങളിൽ ശ്രദ്ധേയമായത് വഅ്മുർ ബിൽ മഅറൂഫി, നീ മഅറൂഫ് കൽപ്പിക്കണം. മഅറൂഫ് കൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളറിയുന്ന സത്യത്തെക്കുറിച്ചുള്ള ബോധനം നൽകിക്കൊണ്ടിരിക്കണം. അപ്പൊ ഒരു കുട്ടിക്ക് എത്രത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരവും ചിന്തയും ഉണ്ടായിരിക്കണം. അത്തരം ഒരു വിചാരം ഒരു കുഞ്ഞ് പേറണമെങ്കിൽ ഒരു പിതാവിന്റെ ജീവിതം എന്തായിരിക്കണം, ആ പിതാവിന്റെ ഉപദേശത്തിലെ ഗാംഭീര്യം എത്രത്തോളായിരിക്കണം. അതുകൊണ്ടാണ് വഅ്മുർ ബിൽ മഅറൂഫി, ഒരു കുഞ്ഞിനോട് തുടക്കത്തിലേ പറയാണ് വഅ്മുർ ബിൽ മഅറൂഫി, നീ മനുഷ്യന്റെ ഉള്ളറിയുന്ന സത്യത്തെക്കുറിച്ചുള്ള ബോധനം നൽകിക്കൊണ്ടിരിക്കണം. വൻഹ അനിൽ മുൻകരി, പ്രകൃതം നിരാകരിക്കുന്ന ഒന്നിനെ കുറിച്ച് നീ എന്താക്കണം, ശ്രദ്ധാലുവായിരിക്കണം. അതിനെ നീ നിരാകരിച്ചു കൊണ്ടേയിരിക്കണം, അതിനെ തടഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോ മനുഷ്യര് ഷിർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും അതിൽ നിന്ന് അവരെ രക്ഷിക്കാനുള്ള ജീവിത പാഠം ഒരു കുഞ്ഞിന് നൽകേണ്ടതുണ്ട്. വലിയ ചർച്ചകളാണ് അതിന് ശേഷം ഇമാം ഷാറാബിലും പിന്നീട് കൊണ്ടുവരുന്നത്. ഏതായാലും പിന്നീട് നാം പറഞ്ഞതുപോലെ ഈ ഭൗതിക ലോകത്തിന്റെ പൊരുളറിഞ്ഞുകൊണ്ട് ജീവിതത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതിനെ ഈ സൂറത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നത് വസ്ബിർ അലാമ അസ്വാബക ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ഇത് നാം കടന്നു പോകുന്ന വഴികളിൽ എല്ലാവരും പൂക്കളെറിഞ്ഞ് സ്വീകരിക്കുന്ന ഒരു ലോകമൊന്നുമല്ല. അതിനപ്പുറം പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ജീവിതത്തിൽ കടന്നു വരും. അവിടെ എല്ലാം ക്ഷമാപൂർവം ജീവിതത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന വലിയ ഉപദേശമാണ് മഅറൂഫും അതുപോലെ തന്നെ മുങ്കറും നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു പിതാവ് കുഞ്ഞിനെ ഉപദേശിക്കുന്നത്. ജീവിത വഴി അത് എളുപ്പമുള്ളതല്ല. അത് എപ്പോഴും സന്തോഷം നൽകുന്നതാവില്ല. അതിനപ്പുറം അവിടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഉണ്ടാകും. അവിടെ എല്ലാം നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. ആ ക്ഷമ കൈകൊള്ളുക എന്നുള്ളത് അത് നിന്റെ നാഥനിൽ നിന്നുള്ളൊരു കൽപ്പനയാണ്, അവനിൽ നിന്നുള്ള ഒരു ഉപദേശത്തിന്റെ ഭാഗമാണ് എന്ന് കുട്ടിനെ ബോധ്യപ്പെടുത്തുകയും സ്വയാശ്രിതനായി നിൽക്കേണ്ടതിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിലെ സ്വയാശ്രിതരാവേണ്ടതുണ്ട്. അവർ സ്വയം വ്യക്തിത്വം ആർജിക്കേണ്ടതുണ്ട്. അല്ലാതെ അവരെ ഒന്നും അറിയാത്തവരായി, വേദനകൾ അറിയാത്തവരായി, ദുഃഖമറിയാത്തവരായി, പ്രയാസങ്ങൾ അറിയാത്തവരായി വളർത്തിക്കൊണ്ടുവരികയല്ല ചെയ്യേണ്ടത്. ജീവിതം സന്തോഷങ്ങളുടെയും സന്താപങ്ങളുടെയും സമ്മിശ്രമാണ് എന്ന ഒരു വലിയ പാഠം കുട്ടിക്ക് നൽകണം. അതിനനുസരിച്ച് ജീവിത വഴികളിൽ ക്രമീകരിക്കുവാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നൽകണം. ഇതാണ് ഈ വചനത്തിൽ അള്ളാഹു ചേർത്ത് വെക്കുന്ന ചിന്തകൾ. പിന്നെ അതിന്
ശേഷം നമ്മൾ ഇതിൽ എണ്ണി പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അച്ചടക്കത്തെ കുറിച്ചുള്ള സംഗതിയാണ്, അദബിനെ കുറിച്ചുള്ളത്. അത് പിന്നീട് മനോഹരമായിട്ടാണ് ലുഖ്മാൻ തന്റെ കുഞ്ഞിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. വലാ തുസഖിർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹ. ഇന്ന് എങ്ങനെയൊക്കെയാണ് നമ്മുടെ മക്കള് അവരുടെ കലാലയങ്ങളിലും അതുപോലെ തന്നെ വീടിനകത്തും പുറത്തുമെല്ലാം ജീവിക്കുന്നത്, ഏതെല്ലാം തരത്തിലുള്ള വൃത്തികേടുകളും മോശത്തരങ്ങളും പ്രശ്നങ്ങളും എല്ലാമാണ് അവർ ഉയർത്തി കൊണ്ടുവരുന്നത്. അതിനെല്ലാം ഈ ആയത്ത് അഡ്രസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ആയിരിക്കണം ഒരു സമൂഹമെന്നും വളരുന്ന തലമുറകൾ ഏതെല്ലാം സ്വഭാവ ഗുണങ്ങളെ ആർജിക്കേണ്ടവരാണെന്നും അത് വീടിനുള്ളിൽ നിന്ന് മാതാപിതാക്കള് അവരിലേക്ക് എത്രമാത്രം അഗാധമായി സന്നിവേശിപ്പിക്കേണ്ടതുണ്ട് എന്നെല്ലാം ഈ ആയത്ത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. വലാ തുസഖിർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മർഹ. അഹങ്കാര ഭാവം നടിക്കരുത്, ധിക്കാരിയായി ഭൂമിയിൽ നടക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരികളെ പടച്ചവൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ വഖസുദ് ഫീ മശീക വഗ്ളൂദ് മിൻ സൗതിക. മാന്യമായി നടക്കണം, അതുപോലെ തന്നെ ഉച്ചത്തിൽ സംസാരിക്കാതെ വിനയത്തോടുകൂടി വിനയാന്വിതനായി സംസാരിക്കണം. ശബ്ദം താഴ്ത്തി സംസാരിക്കണം. മോശമായ ശബ്ദം ഇന്ന അൻകറൽ അസ്വാത്തില സൗത്തുൽ ഹമീർ. കഴുതയുടെ ശബ്ദമാണ് മോശമായ ശബ്ദം എന്നെല്ലാം പറഞ്ഞിട്ട് ശബ്ദ വ്യതിയാനങ്ങളിൽ വരുന്ന മാറ്റത്തെക്കുറിച്ച് പോലും ഉപദേശിക്കുകയാണ്. പൊതു ഇടങ്ങളില് അതുപോലെ തന്നെ വീടിനകത്ത് സമൂഹ മധ്യേ എല്ലാം തന്നെ എങ്ങനെയാണ് ഒരു കുഞ്ഞ് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും എല്ലാം തന്നെ സ്വീകരിക്കേണ്ട മര്യാദകൾ എന്ന് ഈ ആയത്ത് പറഞ്ഞു പോവുകയാണ്. അവിടെ വഖസുദ് ഫി മഷീക എന്ന് പറയുന്നിടത്ത് ജീവിതത്തിന് ഒരു രൂപരേഖ ചെറുപ്രായത്തിലെ കുട്ടികൾക്ക് നൽകേണ്ടതുണ്ട് എന്നാണ് അതിലൂടെ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് എന്നാണ് ഇമാം ഷഅറാവി വ്യാഖ്യാനിക്കുന്നത്. അഥവാ ജീവിതത്തിന് ഒരു ലക്ഷ്യം, തഹ്ദീദുൽ ഹദഫി ഫിൽ ഹയാത്തി വ തഖ്തീത്തുൽ മുസ്തഖ്ബിലി. ജീവിത ലക്ഷ്യവും ഭാവിക്ക് വേണ്ടിയുള്ള ഒരു രൂപരേഖയും കുട്ടികൾക്ക് ചെറുപ്രായത്തിലെ ഉണ്ടാക്കി കൊടുക്കണം. അത് ഇത്തരത്തിലുള്ള ഉപദേശങ്ങളിലൂടെ ഈ പറഞ്ഞു പോയ ലുഖ്മാന്റെ നിർദ്ദേശങ്ങളിലൂടെ അതിനെ തലമുറകളായി കൈകാര്യം ചെയ്ത് പോരേണ്ടതിന്റെ അനിവാര്യതയെ അള്ളാഹു ബോധ്യപ്പെടുത്തി കുട്ടികളിൽ ഇത്തരം ജീവിത ചിട്ടകൾ അവർക്ക് ചെറുപ്രായത്തിലേ ഉണ്ടാക്കി കൊടുക്കേണ്ടതിന്റെ അനിവാര്യതയിലും തന്നെ ഈ ഭാഗങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇതില് അംർ ഖാലിദ് എടുത്തു പറയുന്ന ഒരു വിഷയം, പൊതുവെ മാതാപിതാക്കള് കുട്ടികളെ വിളിക്കുമ്പോഴും ഉപയോഗിക്കുന്ന തെറ്റായ ശൈലികള്, അത് ആ കുട്ടിയുടെ ചിന്തയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങള്, അപകടങ്ങള്, അതിനെല്ലാം പറഞ്ഞു പോന്ന് വിശദീകരിച്ച് അദ്ദേഹം ലുഖ്മാൻ എന്ന ശ്രേഷ്ഠ വ്യക്തിയുടെ ശൈലിയെ, ഒരു കുഞ്ഞിനെ വിളിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ശൈലിയെ പുതിയ ലോകത്ത് അത് എങ്ങനെയാണ് നമ്മൾ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറയാണ്. പിന്നീട് ഒരൊറ്റ വാക്കിനെ മാത്രം അദ്ദേഹം വിശദീകരിക്കുന്നത്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ. പൊതുവെ മക്കളെ
സ്ത്രീകള് പൊതുവേയും പുരുഷന്മാര് പ്രത്യേകിച്ചും ചില വേളകളിലെല്ലാം കുട്ടികളെ പൊട്ടൻ, അതുപോലെ അങ്ങനെ ആ രൂപത്തിലുള്ള കുട്ടിയുടെ ഒരു അവന്റെ ചിന്തയെ ഉടച്ചു കളയുന്ന, അവന്റെ വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ട് ഇല്ലാതെയാക്കുന്ന രൂപത്തിലുള്ള ശൈലി ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും ചില വീടുകളിൽ. അപ്പോ അത്തരത്തിലുള്ള പ്രയോഗങ്ങള് ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുമെന്ന് ഈ ഒരൊറ്റ വാക്കിനെ വെച്ചുകൊണ്ട് അംർ ഖാലിദ് പറഞ്ഞു പോകുന്നുണ്ട്. ഇതിലെ നന്നായി ചർച്ച ചെയ്യേണ്ട, മാതാപിതാക്കൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഖവാത്തിറിൽ ഇത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഈ സൂറത്തിൽ. അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച്, ജ്ഞാനത്തെ കുറിച്ച്, അവന്റെ കഴിവിനെ കുറിച്ച്, അളമത്തിനെ കുറിച്ചെല്ലാം ഈ സൂറത്ത് കൂടുതൽ പറഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ഒരു കുഞ്ഞിന്റെ ജീവിതത്തെ പാകപ്പെടുത്തുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തൗഹീദിനെ, അള്ളാഹുവിന്റെ ഏകത്വത്തെ ആ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. തൗഹീദ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാലാണ് ആ കുട്ടിയുടെ ചിന്ത ഉണർവ് സാധ്യമാകുക, ആ കുഞ്ഞിന് വ്യക്തിത്വം രൂപപ്പെടുക, ആ കുഞ്ഞിന്റെ ചിന്തയിൽ വെളിച്ചവും വികാസവും സംഭവിക്കുക. അതുപോലെ തന്നെ ഒരു ചിന്താ സ്വാതന്ത്ര്യം, നമ്മൾ ചിന്താ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ദൈവനിരാസത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് പലപ്പോഴും പറയാറ്. അതാണ് ചില ആളുകൾ ചിന്താ സ്വാതന്ത്ര്യം എന്നെല്ലാം പറയുന്നത്. എന്നാൽ ഇവിടെ ഒരു കുഞ്ഞിന് ഒരു ചിന്താ സ്വാതന്ത്ര്യവും അടിമത്വമില്ലാത്ത, ആർക്കും തൻ്റെ ചിന്ത പണയം വെക്കാതെ സ്വയം പ്രപഞ്ചത്തിലേക്കും തന്നിലേക്കുമെല്ലാം നോക്കിക്കൊണ്ട് ഒരു മഹാശക്തിയെ തിരിച്ചറിഞ്ഞ് നീതിബോധമുള്ളവനായി മാറുന്ന, അതുപോലെ തന്നെ ധർമ്മബോധമുള്ളവനായി തീരുന്ന ഒരു വലിയ വിഷയമാണ് അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ പറഞ്ഞു പോകുന്നതിലൂടെ ഒരു കുഞ്ഞിനെ സമ്മാനിക്കുന്നത് എന്ന് അംർ ഖാലിദ് പറയുന്നുണ്ട്. പടച്ചവനിലേക്കുള്ള മടക്കം, അവനെക്കുറിച്ചുള്ള അറിവ്, വിശ്വാസം, ഇതെല്ലാം പ്രപഞ്ചത്തിൽ നിന്നാണ് നേടിയെടുക്കേണ്ടത്. അവനിൽ നിന്ന് തന്നെയാണ് നേടിയെടുക്കേണ്ടത്. മനുഷ്യൻ എന്ന് പറയുന്ന ഒന്ന് തന്നെ മഹാ അത്ഭുതമാണ്. കാരണം നാം സഞ്ചരിക്കുന്ന ഒരു പേടകം എന്നുള്ള നിലക്ക്, ഒരു വാഹനം എന്നുള്ള നിലക്ക്, അത് നമുക്ക് സമ്മാനിച്ച സ്രഷ്ടാവിനെ ചെറുപ്രായത്തിലെ ഒരു കുഞ്ഞിന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഒരു വാഹനത്തിന്റെ ഉള്ളിൽ ഡ്രൈവർ ഇരുന്ന് അത് ഓടിച്ച് പോകുന്നത് പോലെ, ഡ്രൈവ് ചെയ്തു പോകുന്നത് പോലെ നാം ഈ കാണുന്ന ശരീരം എന്നുള്ളത് അത് ആത്മാവെന്ന നമുക്ക് ഡ്രൈവ് ചെയ്തു പോകാനുള്ളതാണെന്നും, ഒരു വാഹനത്തെ എങ്ങനെയാണ് ഒരു നല്ല ഡ്രൈവർ ഓടിച്ചു പോകുക, അതുപോലെ ഏറ്റവും നന്നായി ഇതിനെ ജീവിത വഴികളിൽ തെളിച്ചു കൊണ്ടുപോകണമെന്നും, കാശ് കൊടുത്ത് വാങ്ങിയ ഒരു വാഹനം, ഒരു വ്യക്തി എങ്ങനെയാണ് ഏറ്റവും നന്നായി പരിപാലിക്കുന്നത്, അതുപോലെ നമുക്ക് ലഭിച്ച ഈ ശരീരത്തിന്റെ, അല്ലെങ്കിൽ ഈ ശരീരം എന്ന വാഹനത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ്, അതിന്റെ അത്ഭുതം തിരിച്ചറിഞ്ഞ്, അതിൽ അള്ളാഹു നിക്ഷേപിച്ച അവന്റെ മഹാകാരുണ്യങ്ങളെ, മൂല്യം നിർണയിക്കാൻ കഴിയാത്ത പടച്ചതമ്പുരാന്റെ മഹാകാരുണ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിനെല്ലാം തന്നെ
എങ്ങനെയാണ് ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ച് പറഞ്ഞു പോകുന്നതിലൂടെ, ആ വരികളിലൂടെ അള്ളാഹു ഒരു കുഞ്ഞിന്റെ മുമ്പിൽ ആ വിഷയം അവതരിപ്പിക്കുകയാണ്. വലിയൊരു, ഇന്ന് മനുഷ്യൻ അവനെ തന്നെ തിരിയാത്ത, വളർന്നു വരുന്ന കുട്ടികൾക്ക് ഞാൻ ആരാണെന്നറിയാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എന്റെ ശരീരം അത് എന്റേതാണ്, എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ സമ്പത്ത് എന്റേതാണ്, അത് എങ്ങനെ വിനിയോഗിക്കുമെന്നുള്ളത് അത് എന്റെ അവകാശമാണ്, അത് എന്റെ ചോയ്സ് ആണ് എന്നെല്ലാം ചിന്തിക്കുന്ന ലോകത്ത് സൂറത്തുൽ ലുഖ്മാന് വലിയ പാഠങ്ങളാണ് തലമുറകളിലേക്ക് പകരുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ജീവിതത്തെ വേർതിരിച്ച്, ആത്മാവും ജീവനും തമ്മിൽ വേർതിരിച്ചറിഞ്ഞ് ആത്മാവിനെ ഉൾക്കൊള്ളേണ്ട രൂപത്തിൽ ഉൾക്കൊള്ളുകയും, ഞാൻ ആരാണെന്ന ബോധത്തിൽ സ്വയം നന്നായി അതിനെ കൈകാര്യം ചെയ്യുകയും, ഞാൻ സഞ്ചരിക്കുന്ന ഈ കൂട്, അതല്ലെങ്കിൽ ഈ മൺപേടകം, ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുമുള്ള തിരിച്ചറിവ് ലഭിക്കുന്നിടത്താണ് ജീവിതം ഏറ്റവും സുഗന്ധപൂർണമാകുന്നത്. അതൊരു കുഞ്ഞിലേക്ക് പകരുമ്പോൾ ആ കുഞ്ഞിന്റെ ഉള്ളകം ജ്ഞാനത്താൽ നിറയുകയും അവൻ അവനെക്കുറിച്ച് തന്നെയുള്ള നല്ല ബോധം നേടിയെടുക്കുകയും അവന്റെ ദേഹത്തോടുള്ള കടപ്പാടിനെ കുറിച്ച് അവൻ ബോധവാനാകുകയും ചെയ്യുമെന്ന് ഈ സൂറത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിലെ 11-ാമത്തെ ആയത്ത് അള്ളാഹു പറഞ്ഞു പോകുമ്പോൾ ഖലഖസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർദി റവാസിയ അൻ തമീദ ബിക്കും, ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അഗാധ ചിന്ത ഒരു കുട്ടിക്ക് നൽകുന്നത്. എന്തിനാണ് ഈ പർവ്വതങ്ങള്, അതുപോലെ തന്നെ വാനലോകത്തെക്കുറിച്ച് പറയുമ്പോൾ, ആകാശ ലോകങ്ങളെ കുറിച്ചെല്ലാം പറയുമ്പോൾ അവിടെ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തങ്ങൾ അതെല്ലാം എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്നോ, എങ്ങനെയാണ് അത് ചലിക്കുന്നതെന്നോ, വസിക്കുന്ന ഈ ഭൂമി പോലും മനുഷ്യന് പിന്നെ സാങ്കല്പിക അച്ചുതണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഭൂമിയുടെ അച്ചുതണ്ടിനെ കുറിച്ച് പറയുക. അപ്പോ നീ വസിക്കുന്ന ഭൂമി പോലും അതെങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്നെല്ലാമുള്ള വലിയ ചിന്തകള് അള്ളാഹു ഒരു കുഞ്ഞിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് അള്ളാഹു പറയുന്നത് ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, എല്ലാ വസ്തുവിന് പിറകിലും ഒരു സൃഷ്ടാവിനെ കണ്ടെത്തുന്ന മനുഷ്യൻ ഈ മഹാപ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട്, പ്രപഞ്ചം ഉണ്ടായി, അതൊരു നെബുലയിൽ നിന്ന് രൂപപ്പെട്ടു, അതങ്ങനെ അങ്ങ് ഉണ്ടായി എന്നങ്ങോട്ട് പറയുകയാണ്. ഒരു ഗ്ലാസ് വീണുടഞ്ഞ് അതിൻ്റെ ചില്ലുകൾ ചിതറിയാൽ അത് വീണ്ടും ഒരു ഗ്ലാസിന്റെ രൂപത്തിൽ അത് സ്വയം വീണ്ടും അങ്ങ് മാറുക എന്നുള്ളത് അസംഭവ്യമാണ്. അല്ലെങ്കിൽ അതിനെ ആ രൂപത്തിലേക്ക് മാറ്റാൻ ഒരു വ്യക്തിയുടെ, ഒരു കഴിവുള്ള ഒരു വ്യക്തി ആവശ്യമാണ്, അനിവാര്യമാണ്. ഒരു സാധനം അങ്ങ് പൊട്ടിത്തെറിച്ച്, ഒരു വസ്തു അങ്ങ് പൊട്ടിത്തെറിച്ച് അത് ഈ കാണുന്ന ക്രമാതീതമായ ബലിഷ്ഠമായ നിയമങ്ങൾക്കുള്ളിൽ അത് രൂപാന്തരപ്പെടുക, കണിശമായ സമയത്തിനുള്ളിൽ ഓരോന്നും അതിൻ്റെ വഴിയിൽ ചലിക്കുക, പരസ്പരം കൂട്ടിമുട്ടാതിരിക്കുക, അങ്ങനെ ആ ഗ്രഹങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള സംവിധാനങ്ങളും നമുക്കായി അതിലൂടെ പലതും സമ്മാനിക്കുക, നമ്മുടെ സമയം, നാം എണ്ണുന്ന കണക്കാക്കുന്ന സമയം, കാലം, ഇതെല്ലാം കണിശമായി ക്രമാതീതമായി നടക്കുക. അതൊന്നും വെറുതെ ഉണ്ടാവില്ല. പക്ഷേ ഇതെല്ലാം നിസാരമാക്കുകയും ഇതിൻ്റെ ഒന്നും പിറകിൽ
അങ്ങനെ ഒരു ശക്തിയുടെ ആവശ്യമില്ല എന്ന് പറയുകയും ചെയ്യുന്ന പുതിയ ലോകത്ത് ഒരു കുഞ്ഞിന്റെ മുമ്പിൽ പടച്ച തമ്പുരാന് അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് അവന്റെ ചിന്തയെ ഉദ്ദീപിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒരു വചനമാണ് ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി. ഇതെല്ലാം അള്ളാന്റെ സൃഷ്ടികളാണ്, അള്ളാന്റെ സംവിധാനങ്ങളാണ്. അള്ളാഹു അല്ലാത്തവര് എന്താണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നീ പറയൂ എന്ന് ചോദിക്കുകയാണ്. മനുഷ്യൻ ഇവിടെ ഒന്നും ശരിക്കും നിർമ്മിക്കുന്നില്ല. അവന്റെ ചിന്തയെ ഉദ്ദീപിക്കാൻ ഈ പ്രപഞ്ചത്തിലെ പലതും വെച്ചുകൊടുത്ത് അവൻ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പേ തന്നെ അവന്റെ ചിന്തയ്ക്ക് വേണ്ടി, അവന്റെ ചിന്താവളർച്ചയ്ക്ക് വേണ്ടി, അവന്റെ പഠന ഗവേഷണങ്ങൾക്ക് വേണ്ടി എല്ലാം അവന്റെ മുമ്പിൽ വെച്ചുകൊടുത്ത് അവൻ ഈ കാണുന്ന വസ്തുക്കളെ കുറിച്ച് ചിന്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെ അതിലൂടെയാണ് അവൻ പുതിയ പുതിയ സംവിധാനങ്ങൾ നിർമ്മിക്കുന്നത്. അവന്റെ മുമ്പിൽ പക്ഷിയെ കണ്ടപ്പോൾ അവന് പറക്കണമെന്ന് തോന്നി. അപ്പൊ അതിനനുസരിച്ചുള്ള ചിന്ത ഉടലെടുത്തു. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അവൻ നടത്തി. മത്സ്യങ്ങളെ കണ്ടപ്പോൾ എങ്ങനെയാണ് വെള്ളത്തിൽ ഊളിയിട്ട് അവന് പോകാൻ പറ്റുക എന്ന് ചിന്തിച്ചു. അപ്പൊ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ അവൻ ഉണ്ടാക്കി. അങ്ങനെ അവന്റെ ചിന്തയെ ഉദ്ദീപിക്കുന്ന എല്ലാ സംവിധാനങ്ങളും അവന്റെ മുമ്പിൽ വെച്ചു കൊടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും അവന് ആവശ്യമായ പുതിയ പുതിയ നിർമ്മിതികൾ നടത്തുവാനും പ്രപഞ്ചനാഥൻ തന്നെ അവന് അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അവനുണ്ടാക്കുന്നതെല്ലാം എന്തിൻ്റെയൊക്കെയോ മോഡലുകളാണ് മനുഷ്യൻ നിർമ്മിക്കുന്നത്. പലതിൻ്റെയും മോഡലുകളാണ് പ്രപഞ്ചത്തിൽ. അള്ളാഹു തെറ്റാത്ത പിഴക്കാത്ത അള്ളാഹുവിൻ്റെ സംവിധാനങ്ങളുടെ ന്യൂനമായ മോഡലുകളാണ് മനുഷ്യനെ നിർമ്മിക്കുകയും മനുഷ്യനെ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഏതായാലും അതിനുശേഷം ധാരാളം ആയത്തുകൾ, അതിനുശേഷം അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ച് പറയുന്ന ധാരാളം ആയത്തുകൾ അതിനുശേഷം അള്ളാഹു ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അലം തറു അന്നല്ലാഹ സഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഅസ്ബഅ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന. സുബ്ഹാനല്ലാഹ്. വലിയ വലിയ ചിന്തകളാണ് ഇതിൽ അള്ളാഹു കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നെ അതിനുശേഷം അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. വലോ അന്നമാ ഫിൽ അർളി മിൻ ശജറത്തിൻ അഖ്ലാമുൻ വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. അള്ളാഹുവിന്റെ അഗാധ ജ്ഞാനത്തെ കുറിച്ചും അള്ളാഹുവിന്റെ മഹാ ഗാംഭീര്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചെല്ലാം പിന്നീട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അള്ളാഹു ചെയ്യുന്നത്. അതിനുശേഷം നാം ഈ പറഞ്ഞതുപോലെ കുട്ടികള് അവര് തെളിഞ്ഞ ചിന്തയുള്ളവരായിരിക്കണം. മനസ്സുകൊണ്ട് അന്ധരാകാൻ പാടില്ല. ചിന്ത കൊണ്ടും അവര് ശൂന്യരാകാൻ പാടില്ല എന്ന ഒരു പാടാണ് അള്ളാഹു പിന്നീട് അവസാനമായിട്ട് പറഞ്ഞു പോകുന്നത്. അഥവാ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് കീഴ്പ്പെടേണ്ടത് എന്ന വലിയൊരു പാടാണ്. അതുപോലെ തന്നെ അജ്ഞരായ, ചിന്താശൂന്യരായ, ബുദ്ധിശൂന്യരായ മനുഷ്യരെ പിൻപറ്റുകയും ചെയ്യരുത് എന്ന പാഠവും അള്ളാഹു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. പറയുന്ന കാര്യങ്ങൾ അത് വ്യക്തതയുണ്ടെങ്കിൽ, അത് സ്വീകാര്യമായതാണെങ്കിൽ മാത്രമേ അതിനെ ഉൾക്കൊള്ളുവാനും പിന്തുടരുവാനും പാടുള്ളൂ. അല്ലാതെ അർത്ഥശൂന്യമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ആളുകളൊന്നും തന്നെ പിന്തുടരുത് എന്ന ഒരു പാഠം കുട്ടികൾക്ക് ചെറുപ്രായത്തിലേ നൽകേണ്ടത് അനിവാര്യമാണ് എന്ന് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു പിതാവ് അല്ലെങ്കിൽ മാതാവ് എത്രമാത്രം നല്ല ചിന്തകളെ, ചിന്തയെ ഉദ്ദീപിക്കുന്ന ആശയങ്ങളെ ഒരു കുഞ്ഞിന് മുമ്പിൽ സമർപ്പിക്കേണ്ടതുണ്ട് എന്നും അതിൻ്റെ ഉള്ളിൽ അള്ളാഹു പറഞ്ഞു പോകുന്നുണ്ട്.
ആ ആയത്ത് ഇങ്ങനെയാണ്, വഇദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ് ഖാലൂ ബൽ നത്തബിഉ മാ വജദ്നാ അലൈഹി ആബാഅനാ. അപ്പൊ ഇങ്ങനെ ഒരു മുഖല്ലിദായിക്കൊണ്ട് ജീവിച്ചു പോകുക എന്നുള്ളതല്ല, കേട്ടുകേൾവിയിൽ ഒരു വിഷയത്തെ ഇങ്ങനെ തലയിൽ പേറി ചിന്തയിൽ പേറി കൊണ്ടു നടക്കലല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും എല്ലാം ചെയ്ത് അതിലെ ധർമാധർമ്മങ്ങളെ മനസ്സിലാക്കി സത്യാസത്യങ്ങളെ നന്നായി ഉൾക്കൊണ്ടായിരിക്കണം ഒരു വിഷയത്തെ മനസ്സിലാക്കേണ്ടതും പിന്തുടരേണ്ടതും. അത് ചെറുപ്രായത്തിലെ ഒരു കുഞ്ഞിൽ ഉണ്ടായിരിക്കണമെന്ന പാഠം അല്ലാഹു ഇതിലൂടെ നൽകുകയാണ്. പിന്നെ യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ. ഞാൻ അയാളെ പിന്തുടർന്നു, അയാൾ പറഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ഉപ്പ പറഞ്ഞിട്ടാണ്, എൻ്റെ ഉമ്മ പറഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നൊന്നും പടച്ചവന് മുമ്പിൽ പറയരുത് എന്നാ. അതാ പറഞ്ഞത്, നല്ല ചിന്ത ഉള്ളവനായിരിക്കണം, അന്ധമായിട്ടാകരുത്. ഒന്നിനോടുമുള്ള അനുകരണം അല്ലെങ്കിൽ അനുധാവനം എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അത് മാതാപിതാക്കളിൽ എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം, അത് കുട്ടികളിൽ എങ്ങനെയൊക്കെ അതിനെ സന്നിവേശിപ്പിക്കണം എന്നെല്ലാമുള്ള വലിയ ചിന്തകൾ ഇതിൻ്റെ ഉള്ളിലെല്ലാം അള്ളാഹു നിറച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യനെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു ഉപദേശിക്കുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ പരിപാലകനായ. വാക്കെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂറത്ത് കഹ്ഫിലും പറഞ്ഞു പോകുമ്പോൾ റബ്ബിനെ കുറിച്ചെല്ലാം നന്നായി പറഞ്ഞു പോയിട്ടുണ്ട്, വെറുതെ അങ്ങ് ഉപയോഗിക്കല്ല. അപ്പൊ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വഖ്ശൗ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടും വേണം. അന്ന് ഒരാൾക്കും, ഒരു കുഞ്ഞിന് മാതാപിതാക്കൾക്ക് മക്കളോ ഒന്നും ഉപകാരപ്പെടാത്ത ലോകമാണതെന്നും, അതിനാൽ സ്വയം നിങ്ങൾ നന്നാവണം, സ്വയം ചിന്തിച്ച് ജീവിതത്തെ പരിവർത്തിപ്പിക്കണം എന്നെല്ലുള്ള നല്ല പാഠങ്ങളാണ് ഇതിലൂടെ ഒരേ സമയം മക്കൾക്കും മാതാപിതാക്കൾക്കും അള്ളാഹു നൽകുന്നത്. ഏതായാലും ഈ സൂറത്ത് അവസാനിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് വീണ്ടും അള്ളാഹു പറഞ്ഞിട്ടാണ് ഈ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅതി വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാമി വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. 34-ാമത്തെ ആയത്ത് അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച്, മനുഷ്യന് അറിവില്ലാത്ത ലോകങ്ങളെക്കുറിച്ചും എന്നാൽ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ലോകങ്ങളെക്കുറിച്ചും വിഷയങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് അള്ളാഹു ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഇതിലെ വലഖദ് ആതൈന ലുക്മാനൽ ഹിക്മത എന്നൊരു വിഷയത്തെ അംർ ഖാലിദ് ഈ സൂറത്തിനെ വ്യാഖ്യാനിച്ച് അവസാനം എത്തുമ്പോൾ എന്ത് ഹിക്മത്താണ് ലുക്മാന് നൽകിയത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. അവിടെ ആത്തൈന എന്നുള്ള വാക്ക് എന്തിനു ഉപയോഗിച്ചു എന്ന് അദ്ദേഹം പറയുന്നത് ഇമാം ഷഅറാവിയും അതുപോലെ തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. ആത്തൈന ഔഹൈന എന്നെല്ലാം പറയുമ്പോൾ അതിന്റെ ഇടയിലുള്ള വ്യത്യാസം എന്താണ്, എന്തുകൊണ്ടാണ് ഇവിടെ ആത്തൈന എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. അതെല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാവുന്നതാണ്. അപ്പോ ഈ സൂറത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചേർത്ത് വെച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഏകത്വത്തെ പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടതിന്റെ അനിവാര്യതയെ ബോധ്യപ്പെടുത്തുന്നു, അതുപോലെ ഇബാദത്ത് നന്നായി മുറ പോലെ നിർവഹിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഉപദേശിക്കുന്നു. അതുപോലെ ഭൗതിക ലോകത്തിന്റെ യാഥാർത്ഥ്യം, അതിനെ കാണേണ്ട കാഴ്ച, അതിനെ ഉൾക്കൊള്ളേണ്ട എങ്ങനെയാണ് അതിനെ ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതിനെ കുറിച്ചെല്ലാം അള്ളാഹു പറഞ്ഞു പോകുന്നു. അതുപോലെ തന്നെ ഒരു കുഞ്ഞിന്റെ
സ്വഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ, അത് ഏത് വിധേനയായിരിക്കണം, സമൂഹത്തില്, വീടിനകത്ത്, അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലെല്ലാം തന്നെ ഒരു കുഞ്ഞ് എങ്ങനെയായിരിക്കണം, അവന്റെ സ്വഭാവം, പെരുമാറ്റം, സംസാരം, നോട്ടം, നടത്തം, ഇതെല്ലാം എങ്ങനെയായിരിക്കണം. അതുപോലെ തന്നെ അനിവാര്യമായി ഒരു കുഞ്ഞ് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ചട്ടങ്ങള്, ചിട്ടകള്, ഇതെല്ലാം എങ്ങനെയൊക്കെ ആയിരിക്കണം, ഏത് രൂപത്തിലായിരിക്കണം എന്നെല്ലാം ഈ സൂറത്ത് മനോഹരമായിട്ട് പറഞ്ഞു പോകുന്നു. അതിനെ കുറിച്ചാണ് നമ്മൾ ചെറിയ രൂപത്തിൽ ഓരോന്നോരോന്നായി പറഞ്ഞു പോയത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നമുക്ക് എന്താക്കാം, നന്നായിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്താൽ ഇതിന്റെ തുടക്കം മുതൽ ഓരോ ആയത്തുകൾ പറഞ്ഞ് നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.